സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകാം. സമരമിരിക്കുന്ന വനിതാ CPI ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മകമായി കഴുമരത്തിലേറി പ്രതിഷേധിക്കും. ഈ മാസം 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ CPI ഉദ്യോഗാർത്ഥികൾ. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഏറ്റവും കടുത്ത പ്രതിഷേധം ആണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്. സ്വയം കഴുമരത്തിലേറി പ്രതീകാത്മകമായി ഈ പ്രതിഷേധം, അങ്ങേയറ്റം രൂക്ഷമായ പ്രതിഷേധം കാണിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. വിവരങ്ങൾ എന്താണ്? വീണ, ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കറുത്ത തുണി കൊണ്ട് കഴുത്ത് മൂടിക്കെട്ടിയതിനു ശേഷം ഇരു കൈകളും പിന്നോട്ട് കെട്ടിവെച്ച് ബന്ധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. പ്രതീകാത്മകമായി കഴുമരത്തിലേറിക്കൊണ്ട്, അതായത് കഴുമരത്തിലേറുന്ന വ്യക്തിക്ക് മുമ്പിൽ അവസാനമായി എങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാൻ കാണും. എന്നാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇനി 2 ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് പോലും സർക്കാർ ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അവസാനത്തെപ്പെട്ട ആഗ്രഹം എന്ന നിലയിൽ പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുക അങ്ങനൊരു സമീപനം പോലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതീകാത്മകമായി കഴുമരം സൃഷ്ടിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. കറുത്ത തുണി കൊണ്ട് കഴുത്ത് മൂടിക്കെട്ടിയതിനു ശേഷം ഇരു കൈകളും പിന്നിലേക്ക് ബന്ധിക്കുന്നു. അങ്ങനെ ബന്ധിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ അരങ്ങേറുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് 14 ദിവസം പിന്നിടുകയാണ് ഇവർ സത്യാഗ്രഹ സമരത്തിലായിട്ട്. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, ഇവർക്ക് സമാശ്വാസമായി എത്തുന്നില്ല. ഇതേ തുടർന്നാണ് പ്രതിഷേധം വീണ്ടും കടുപ്പിക്കുന്നത്. ഇനി ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ 2 ദിവസം മാത്രമാണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ പ്രതിനിധികൾ ആരും തന്നെ മുഖ്യമന്ത്രി പോലും ഒന്ന് കാണാൻ തയ്യാറാകുന്നില്ല എന്നൊരു സങ്കടവും വിഷമവും എല്ലാം അലട്ടുന്നത്. അതാണ് ഇത്തരത്തിൽ വീണ്ടും പ്രതീകാത്മകമായിട്ട് കഴുത്ത് മൂടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ സമരത്തിലേക്ക് എത്തിക്കുന്നത്. പ്രതീകാത്മകമായി കഴുത്ത് മൂടിക്കെട്ടിക്കൊണ്ടുള്ള സമരത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അതും ഒരു മരിക്കാൻ പോകുന്ന ആളോട് പോലും അവസാനവട്ട ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. സർക്കാർ അതും ചോദിക്കുന്നില്ല. അതെ, ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. എന്താ ചെയ്യേണ്ടതെന്ന് മരിച്ചൊരവസ്ഥ തന്നെയാണ് നമ്മൾ. എന്നിരുന്നാലും പ്രതീക്ഷ നമ്മൾ കൈവിടുന്നില്ല. ഇപ്പോഴും നമ്മൾ സർക്കാരിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അവർ നമ്മളെ കാണുക തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇത്രയും ദിവസം പിന്നിടുന്നു, വ്യത്യസ്തങ്ങളായ സമരമുറകൾ കണ്ടു. വീണ്ടും ഒരു പടി കൂടി മുന്നോട്ട് പോയി കണ്ടു സ്വയം ആത്മഹത്യ അല്ലെങ്കിൽ ഈ പ്രതീകാത്മകമായ രീതിയിൽ കഴുമരത്തിലേറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും. കാരണം നമ്മളിങ്ങനെ കഴുമരത്തിൽ നിൽക്കുമ്പോൾ ഒരു ആരാച്ചാരാണെങ്കിലും നമ്മളോട് ചോദിക്കാം അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കണം. അതുപോലെ സർക്കാർ ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം ഞങ്ങളോട് ചോദിക്കാൻ. അപ്പോൾ ഇനിയുള്ള വളരെ എണ്ണപ്പെട്ട ദിനങ്ങൾ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു വേക്കൻസി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന്. ഇനി 2 ദിവസം മാത്രമാണ്. ഈ അവസാനവട്ടൊരു പോരാട്ടം എന്ന നിലയിലാണോ ഈ പ്രതിഷേധം? തീർച്ചയായിട്ടും ഞങ്ങൾ പല മാർഗങ്ങളിലൂടെയും ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ ഒരു സമരമുറ തന്നെയാണ്. ഇതിലൂടെയെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പല രീതിയിലുള്ള സമരങ്ങൾ നടത്തി യാതൊരുവിധ സമീപനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. തുടർന്ന് വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണല്ലോ. അതെ, ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൂക്കിക്കൊണ്ടെല്ലാം കൊണ്ടുപോകുന്ന വ്യക്തിയോടും അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില, അയാളുടെ അവസാനത്തെ ആഗ്രഹം ഇതെല്ലാം സാധിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ ഇത്രയും 14 ദിവസമായിട്ടും എന്തിനാ വന്ന് കിടക്കുന്നതെന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? വീണ, സ്വന്തം ജീവിതവും ജീവനും എല്ലാം കളഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. വീണ്ടും ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് പ്രതീകാത്മകമായി കഴുമരത്തിലേറിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഇങ്ങനൊരു നിലയിലേക്ക് എത്തപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വിളിക്കില്ല എന്നൊരു സമീപനം, അല്ലെങ്കിൽ ഇവരെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി വീണ്ടും ഇങ്ങനെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഇരു കൈകളും ബന്ധിച്ചുകൊണ്ട് കഴുത്തിൽ തുണിയിട്ടുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് പോലും സർക്കാർ തങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇനി ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളിപ്പോഴൊക്കെയാണ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാരാച്ചാരം നമ്മളോട് ചോദിക്കും എന്താ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്ന്. അതുപോലും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് സങ്കടം ഞങ്ങൾക്കുണ്ട്. ഇനിയും എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ
മുഖം മറച്ച് എല്ലാവരും ഞങ്ങളോട് ഈ ഒരു നീതി നിഷേധം കാട്ടണേ. ഒരു 300 വേക്കൻസി തന്നാൽ ഞങ്ങളെല്ലാവരും നാളെ ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ അതുപോലും ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ഇനി. ഇവിടെ കഴുമരത്തിലേറി മരണം കാത്തു കിടക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തൂക്കുകയറിലേറി മരണം കാത്തു കിടക്കുന്ന ആളോട് പോലും അവസാനമായ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. ആ അവസാനമായ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ആ സർക്കാരോ അല്ലെങ്കിൽ ആ ജയിൽ അധികൃതർ തയ്യാറാകും. ഇവിടെ അതുപോലും നടക്കുന്നില്ല. ആ ഒരു സങ്കടമാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ ഈ പ്രതീകാത്മകമായ കഴുമരം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധിക്കുന്നതിന് ഇടവന്നത്. കാരണം ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ 2 ദിവസം കേവലം ഈ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ബാക്കിയുള്ള സമയത്ത് പോലും ഒരു ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇവരെ കാണുവാനോ അല്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രശ്നത്തിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ പഠിച്ച് ഫിസിക്കലും പാസ്സായി ഇത്തരത്തിലൊരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റ് വന്നത് മുതലുള്ള പ്രതീക്ഷയായിരുന്നു സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനൊരു ഉപാധി ഉണ്ടായിത്തീരുമെന്ന്. എന്നാൽ അത്തരം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ PSC അധികൃതരുടെ ഭാഗത്തുനിന്നോ നടപടികൾ ഉണ്ടാകുന്നത്. ഇതാണ് ഏറ്റവും സങ്കടകരമായി ഇവരെ കൊണ്ട് ഈ കടുത്ത പ്രതിഷേധങ്ങളിലേക്കെല്ലാം ചെന്നെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കൈയിൽ നിന്നും രക്തമെടുത്തുകൊണ്ട് ആ രക്തത്തിൽ സേവ് WCPO എന്ന് എഴുതിക്കൊണ്ട് അവർ പ്രതിഷേധിച്ചു. മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ചു. അതോടൊപ്പം ഉപ്പുകല്ലിൽ നിന്ന് പ്രതിഷേധിച്ചു. മുട്ടുകുത്തി എഴഞ്ഞ് പ്രതിഷേധിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലെല്ലാം പ്രതിഷേധങ്ങൾ നടന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും ഇവരെ കാണുവാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനോ ആരോഗ്യം എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇത്രയും പെൺകുട്ടികൾ ഇങ്ങനെ ഈ തെരുവിൽ അലയുന്ന സാഹചര്യം 14 ദിവസമായി തെരുവിൽ അലയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? ഒരു ആരോഗ്യ വിദഗ്ധനെ പോലും ഇവിടേക്ക് പറഞ്ഞയക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് പോലും ഒരാളെ ഇവരുടെ ആരോഗ്യം പരിശോധിക്കുവാനായി പറഞ്ഞുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ളവരുണ്ട്, കിഡ്നി സ്റ്റോൺ അടക്കമുള്ള അസുഖങ്ങളുള്ളവരുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നിരവധി അസുഖങ്ങളായ പെൺകുട്ടികൾ ഇവിടെയുണ്ട്. ഇവരുടെ ഒന്നും പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഇവരൊക്കെ തെരുവിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നടത്തുന്നത്. അവർ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ച് സ്വയം കഴുമരത്തിലേറിയുള്ള പ്രതിഷേധം, ഇതിലും ഭേദം അതാണ്, ആത്മഹത്യയാണ്, മരണമാണ് എന്ന പ്രതീകാത്മകമായി അവർ അവതരിപ്പിക്കുകയാണ്. അതേസമയം ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ചർച്ചകൾ ഉണ്ടായാൽ അത് ഏറ്റവും മനോഹരം എന്ന രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്.